ബിസിനസ്സിൽ തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണണം. എൻ്റെ പേര് ശ്രീൽ, ദ സ്ട്രാറ്റജിക് സ്റ്റോറി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് സിലൗട്ട്. നമുക്ക് ബിസിനസ്സിൽ തോൽക്കാൻ സാധ്യതയുള്ള 7 കാര്യങ്ങളുണ്ട്. ഈ 7 കാര്യങ്ങൾ ഒന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രിവെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിനകത്തുള്ള പരാജയങ്ങൾ ഒഴിവാക്കാം. ആ 7 കാര്യങ്ങൾക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് ഒന്നാമത്തേത്, ബിൽഡിംഗ് സംതിങ് ദാറ്റ് പീപ്പിൾ ഡസന്റ് വാണ്ട്. ആൾക്കാർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കുക. അത് ഉറപ്പായിട്ട് നമ്മുടെ പേരിലേക്ക് നയിക്കും. പലപ്പോഴും നമുക്ക് ചിലർക്ക് ഭയങ്കര പാഷനാണ്, ചിലർക്ക് ഭയങ്കര പാഷനാണ് ഭക്ഷണത്തിനോട്, ചിലർക്ക് ഭയങ്കര പാഷനാണ് പാട്ടിനോട്, ചിലർക്ക് ഭയങ്കര പാഷനാണ് ടെക്നോളജിയോട്. അതുകൊണ്ട് അവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അത് പക്ഷേ നാട്ടുകാർക്ക് കൂടെ എങ്ങനെയാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ബിസിനസ് ഫെയിൽ ആവും. രണ്ടാമത്തത്, ബിസിനസിന്റെ പേരിൽ ബിസിനെസ് കാണിക്കുക. അതായത് ഭയങ്കര തിരക്കാണ്. എന്താണ് ഇത്ര തിരക്ക്? നിങ്ങൾക്ക് ആപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ബിസിനസ്സാണ്. എന്തുകൊണ്ടാണ് തിരക്ക് വരുന്നത്? അതിന് പറയുന്ന പേരാണ് ഫോക്കസ് ഇല്ലായ്മ. ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കണം. ഏതൊക്കെ രീതിയിലാണോ നമ്മുടെ മെയിൻ ഫോക്കസിൽ നിന്ന്, നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസിൽ നിന്ന് നമ്മളെ കാര്യങ്ങൾ വലിച്ചഴിച്ചോണ്ട് പോകുന്നത്, അത് എന്ത് തന്നെയാണെങ്കിലും, അതൊരു കുടുംബമാണെങ്കിൽ കുടുംബത്തിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ അത് ഓഫീസിലുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് എന്താണെങ്കിലും അതിനെ നിശ്ചയമായിട്ടും അതിനെ മാറ്റി നിർത്തി ഡിസ്ട്രാക്ഷൻസ് ഒന്ന് ഒഴിവായാൽ മാത്രമേ നമുക്ക് ബിസിനസിന്റെ പരാജയത്തിന്റെ ഒരു ലെവലിൽ നിന്ന് ചാടി കടക്കാനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഡിസ്ട്രാക്ഷൻ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് സമയമെങ്കിലും, ഒരല്പസമയമെങ്കിലും മറ്റൊന്നിനെ ശ്രദ്ധിക്കാതെ ബിസിനസ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമെന്നുള്ളൊരു രീതി, ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഫോക്കസ് ഇല്ലായ്മയാണ് രണ്ടാമത്തെ പരാജയ കാരണം. മൂന്നാമത്തെ പരാജയ കാരണം പൂവർ ലീഡർഷിപ്പ് സ്കില്ലാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെ ആദ്യം വിശ്വാസം എടുക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളെ കൂടെ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും എന്നെ വിശ്വാസം ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് മികച്ച ലീഡർ ആകാൻ കഴിയില്ല. അതുകൊണ്ട് ലീഡർഷിപ്പിന്റെ കുറവ് കൊണ്ടാണ് ഏറ്റവും അധികം ബിസിനസ്സുകൾ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ആൾക്കാരെ നിയന്ത്രിക്കാനും അവരൊരു നേതൃത്വ പാഠവും എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് പലർക്കും പലയിടത്ത് വെച്ച് നഷ്ടമായിട്ടുണ്ട്. അത് ബിസിനസ്സിനെ നമ്മളൊരു പരാജയം നയിക്കും. നാലാമത്തെ പരാജയ കാരണം, ഒരുപക്ഷെ ബിസിനസ് നടത്തി പരാജയപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്കോ, അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ എത്തേണ്ട ആഗ്രഹമുണ്ട്, എത്തണമെന്ന അതിയായ ബോധ്യമുണ്ട്, പക്ഷെ എത്താനും കഴിയാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സിസ്റ്റം ഇല്ലായ്മ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. നമ്മളില്ലാത്ത ഒരു ദിവസത്തിനെ കുറിച്ച്, നമ്മൾ പോയി സ്ഥാപനത്തിൽ ഇരിക്കാത്ത ഒരു ദിവസത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ബിക്കോസ് ദർ ഈസ് ലാക്ക് ഓഫ് സിസ്റ്റം. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ തന്നെ പോയി ചെയ്യണമെന്ന അവസ്ഥ. ആ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് നാളെ ഫെയിലിയർ ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. കാരണം അവിടെ നമ്മളാണ് ഭരിക്കുന്നത്, നമ്മളാണ് നടത്തുന്നത്, നമ്മളാണ് ജീവിക്കുന്നത്, എല്ലാം നമ്മളാണ്. നമ്മളില്ലാതെയും നടത്താൻ കഴിയുന്ന ബിസിനസ് മാത്രമേ യഥാർത്ഥത്തിലൊരു ബിസിനസ്സായിട്ട് ജീവിക്കുകയുള്ളൂ. അഞ്ചാമത്തെ പരാജയ കാരണം പൂവർ ഹയറിംഗ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ പൂവർ പീപ്പിൾ എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരെന്നുള്ളതല്ല, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മൾക്ക് വേണ്ടുന്ന ആൾക്കാരല്ല. നമ്മൾ അവരെ എന്തൊക്കെ കാരണത്താൽ ഹയർ ചെയ്യും. ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അളിയനെയും കൂടെ കൂട്ടിയാലും ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ കൂട്ടുകാരനെ കൂട്ടിയായിരിക്കും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ക്രമേണ നമ്മൾ മനസ്സിലാക്കും ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർമാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ടീം ആയിരിക്കാം, നമ്മുടെ സ്റ്റാഫ് ആയിരിക്കാം, ആരും ആയിരിക്കും, നമ്മുടെ ക്ലയന്റ് ആയിരിക്കാം മേ ബി. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ള ആൾക്കാരായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ കൂടെ നല്ല ഐഡിയ പേഴ്സൺസ് ഉണ്ടാവും, നല്ല ആക്ഷൻ പേഴ്സൺസ് ഉണ്ടാവും, എന്ത് ചെയ്താലും പെട്ടെന്ന് ചാടി ചെയ്യാൻ കഴിയുന്ന ആക്ഷൻ പേഴ്സൺസ് ഉണ്ടാവും, നല്ല ഒരു ചിട്ടവട്ടത്തോടു കൂടി മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രോസസ് പേഴ്സൺ ഉണ്ടാവും, ആൾക്കാരെയൊക്കെ കൂടെ നിർത്താൻ കഴിയുന്ന പീപ്പിൾ പേഴ്സൺ ഉണ്ടാവും. ഇതിനകത്ത് ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ ഈ 4 പേരും ഒരുമിച്ച് ഉണ്ടാവണം. 4 തരം ആൾക്കാർ വേണം. ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വേസ്റ്റ് ആണ്. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആളായിരിക്കും. അതുകൊണ്ട് ഹയർ ചെയ്യുമ്പോൾ നമുക്കൊരാളെ നമ്മുടെ സ്ഥാപനത്തിൽ എടുക്കുന്ന സമയത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ, ഇല്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിപ്പോകും. ആറാമത്തെ പ്രശ്നം, നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്, എല്ലാം അടിപൊളിയാണ്, പക്ഷേ ഈ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടോന്ന കാര്യം നാട്ടുകാർക്ക് അറിയില്ല. ലാക്ക് ഓഫ് മാർക്കറ്റിംഗ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്,
ഒന്ന്, അവർക്ക് എന്നെ അറിയാം. ഓക്കെ, ആദ്യത്തത്. രണ്ടാമത്തെ സ്റ്റേജ്, അവർക്ക് എന്നെ ഇഷ്ടമായി. മൂന്നാമത്തെ സ്റ്റേജിൽ അവർക്ക് എന്നെ വിശ്വാസമായി. ഈ 3 ഘട്ടമുണ്ട്. ആദ്യം അവരെന്നെ അറിയണം, അതിനെ പുറത്തേക്ക് നമ്മൾ പോയി പറയണം. അടുത്ത് അവർക്ക് ഇഷ്ടപ്പെടണം, ദേ ലൈക്ക് യു. എപ്പോഴാണ്? അപ്പോഴും അവർ നിങ്ങളുടെ അടുത്ത് പ്രോഡക്റ്റ് വാങ്ങും. ദേ ട്രസ്റ്റ് യു, അവർക്ക് തന്നെ വിശ്വാസമാണ് എപ്പോൾ അവർ പിന്നെയും വാങ്ങുമ്പോൾ. അതിനകത്ത് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ബിസിനസ് ഫെയിലായി. ഏഴാമത്തെ, എന്നാൽ ആദ്യം പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യത്തിലൊന്നാണ് പൂവർ ഫണ്ട് മാനേജ്മെന്റ്. പലരുടെയും കയ്യിൽ കാശ് വരും, പക്ഷേ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തു തുടങ്ങി ഇന്ന് വരെ എത്ര രൂപ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്, അതിൻ്റെ എത്ര രൂപ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അതേസമയം നമ്മളോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ കയ്യിൽ ഇപ്പോഴും ആവശ്യത്തിന് കാശുണ്ട്. ചിലർ ഒരുപാട് കാശുണ്ട്. ബിസിനസ്സിന് വേണ്ടി എടുത്ത തുക നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യാതെ വീട് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കാറ് വാങ്ങാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കല്യാണത്തിന് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഉറപ്പായിട്ട് ബിസിനസ് ഫെയിലിയർ കൊണ്ടെത്തിക്കും. രണ്ടാമത്തതാണ് ലോൺ എടുക്കും. പ്രത്യേകം എന്നറിയാമോ, നമ്മുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് കിട്ടുന്ന മാർജിനേക്കാൾ ഒരുപാട് വലുതായിരിക്കും. ശ്രദ്ധിക്കത്തില്ല, കാരണം അന്നേരം ഇങ്ങനെ റോൾ ചെയ്ത് പോയാൽ മതി എന്നുള്ളതായിരിക്കും. ചെയ്യരുത്. അതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫെയിലിയറിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അടുത്ത് സംഭവിച്ചിട്ടുള്ളൊരു വലിയ കാര്യമാണ് എക്സസ് ഓഫ് മണി. കയ്യിൽ ഒരുപാട് കാശുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിട്ടും, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കറക്റ്റ് ആയിട്ടുള്ള ഫണ്ട് യൂട്ടിലൈസേഷൻ അറിയില്ല. ഇത്രയും കാശ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടെയും പരാജയങ്ങൾ സംഭവിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ചിലപ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ, മറ്റൊരു ബിസിനസ്സുകാരുടെ ജീവിതത്തിൽ കണ്ട് പരിചയിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ബിസിനസ് നിൽക്കുന്ന ആൾക്കാരിൽ ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ബിവെയർ, നമ്മൾ ഫെയിലിയറിലേക്ക് പോകണം. അതിനെല്ലാം തിരുത്താൻ ആവശ്യമായ അറിവുകളാണ്, കഴിവുകളാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. പ്രശ്നം ഒരു പ്രശ്നമേ അല്ല, കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. മികച്ച ഡിസിഷൻ മേക്കിംഗ് ആണ് നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള നിരവധി വീഡിയോസ്, ഈ പറഞ്ഞ 7 പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന വീഡിയോസുമായിട്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇനിയും വരുന്നുണ്ട്. ഈ 7 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം, അത് താഴെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നം പരിഹരിക്കാനുള്ള വീഡിയോ ആയിട്ട് ഏറ്റവും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.